എൻ പി ചേക്കുട്ടി കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എൻ പി ചേക്കുട്ടി, അൻവർ നടത്തുന്നത് അവസാന വട്ടത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രമാണ്. ഇനിയും UDF-ഉമായും കോൺഗ്രസുമായും ധാരണയുണ്ടാക്കാനുള്ള ഒരു പഴുത് അവശേഷിപ്പിച്ച് അൻവർ പോകുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നത്. അത് തെറ്റെന്ന് കരുതാൻ കഴിയുമോ? ഈ ബോധപൂർവമായാണ് ഈ പത്രിക തള്ളിയത് എന്ന ഒരു വാർത്തകൾ വരുന്ന ഘട്ടത്തിൽ. സാധാരണ നിലയിൽ ഒരു ദേശീയ പാർട്ടിയുടെ പേരിൽ ഒരാൾ പത്രിക സമർപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള പരിശോധനയൊക്കെ നടത്തിയിട്ട് തന്നെയാണ്. അപ്പൊ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ നേരത്തെ മുൻകൂട്ടി ചില ആസൂത്രണം അതിനകത്ത് ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടത് വേണമെങ്കിൽ TMPയുടെ സ്ഥാനാർത്ഥിയാണ് പിൻവലിക്കണമെങ്കിൽ കൽക്കട്ടയിൽ നിന്നുള്ള അനുവാദമൊക്കെ വേണ്ടി വരും. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകൾക്കനുസരിച്ച് ചിലപ്പം കൽക്കട്ട സമ്മതിച്ചോളണമെന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വം പതുക്കെ ഉപേക്ഷിച്ച് സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള നീക്കം നടത്തുന്നത്. അതും എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് UDF-ൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നിലമ്പൂരിൽ പിന്തുണ കൊടുക്കണമെങ്കിൽ മറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2-3 സീറ്റുകൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തിരുവമ്പാടി അടക്കം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു ഉറപ്പ് കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ ആഗ്രഹം. പക്ഷേ അതിൽ ലീഗ് അടക്കമുള്ള പാർട്ടികളിന്റെ കൂടി സമ്മതം കിട്ടാതെ അത് നടക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പരമാവധി എലവേഷൻ എന്ന തന്ത്രമാണ് അൻവർ പയറ്റുന്നത്. എത്രത്തോളം അതിൽ വിജയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്തരത്തിലൊരു തന്ത്രമാണ് അദ്ദേഹം പയറ്റുന്നത് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങളും കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കുമ്പോഴും ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്, ഇനിയും അനുനയ സാധ്യതയുണ്ടല്ലോ എന്ന കാര്യം. അങ്ങനെയെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന 2 ദിവസത്തിനുള്ളിൽ ചില നാടകീയ നീക്കങ്ങൾ നിലമ്പൂരിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം അല്ലേ? നാടകീയതയൊന്നുമില്ല, ഇത് വിലപേശലാണ്. ഇത് സാധാരണ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടായിരുന്നു. അൻവർ അടിസ്ഥാനപരമായിട്ട് ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് വ്യവസായത്തിന്റെ അടിസ്ഥാനത്തിൽ, ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പരമാവധി തനിക്ക് നേട്ടം കിട്ടുന്ന, ലാഭം കിട്ടുന്ന ഒരു കച്ചവടം എന്ന മട്ടിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് UDF, ലീഗ് അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വോട്ടുണ്ട് എന്നുള്ള ധാരണയിൽ ഒരു പക്ഷേ കുറച്ച് എത്രത്തോളം അദ്ദേഹത്തിന് വോട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അദ്ദേഹം 2 തവണ അവിടെ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ഒരു അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ചില നീക്കുപോക്കുകൾ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എത്രത്തോളം UDF അദ്ദേഹത്തിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങും എന്നതിനെ കുറിച്ച് എനിക്ക് അത്ര ഉറപ്പില്ല. അത്ര അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾക്ക് അവർ വഴങ്ങി കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ഒരു അഗ്രിമെന്റ് ഉണ്ടാവേണ്ടതായിരുന്നു. യെസ്, എൻ പി ചേക്കുട്ടിയാണ് നിലപാട് പറഞ്ഞത്. KP റഹ്മത്തുള്ള കൂടി നമുക്കുണ്ട്. രാവിലെ KP റഹ്മത്തുള്ള, രാവിലെ നമ്മൾ സംസാരിച്ചതാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആണ് വരാൻ സാധ്യത. അങ്ങനെയെങ്കിൽ ഇനിയും ചില ഒത്തുതീർപ്പ് സാധ്യതകൾ അതിലേക്ക് തന്നെയാണ് വഴിയൊരുക്കുന്നത് എന്ന ചില സൂചനകൾ വരികയാണ്. അൻവർ ആഗ്രഹിച്ചിരുന്നു ഈ സ്വതന്ത്ര പരിവേഷം അല്ലേ?